യാ ദേവി സർവഭൂതേഷു. ഇത് കലണ്ടർ, ഇത് ക്ഷേത്രത്തിലെ കലണ്ടറാണ്, നമ്മുടെ വെള്ളനാട് ക്ഷേത്രത്തിലെ കലണ്ടറാണ്. ഇത് പല പൈസ കൊടുത്ത് മേടിച്ചാൽ ഇത് ഒരു ക്ഷേത്ര ഭാരവാഹിയുടെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഓരോ വീടുകളിലും ഓരോ കുടുംബങ്ങളിലും കൊണ്ട് എത്തിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും. ഇപ്പം അതുപോലെ തന്നെ പറയാമെന്നുള്ളത് നമ്മുടെ നാട്ടിലെ എന്താണ് ബാങ്കുകാർ, അവിടെ ചെല്ലുന്ന കസ്റ്റമേഴ്സിന്, ജ്വല്ലറിക്കാർ, ഹോട്ടലിൽ, അവരൊക്കെ ചെല്ലുന്ന കസ്റ്റമേഴ്സിന് ഒരു കലണ്ടർ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒന്ന് കൊടുക്കും, ഡിസംബർ ജനുവരി മാസം ഈ സമയത്ത്. പക്ഷെ ഒന്ന് ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ലീഡിങ് പത്രങ്ങളുണ്ട്, മലയാള പത്രങ്ങൾ. ഈ പത്രങ്ങളിൽ നമ്മുടെ വീട്ടിൽ വരുത്തുന്നതായിരിക്കാം, അല്ലാത്തതായിരിക്കും. പത്ര ഏജൻ്റ് അടുത്ത് പറഞ്ഞാൽ അവനും ആ പത്രത്തിൻ്റെ കലണ്ടർ കൊണ്ടുവരും. കോടിക്കണക്കിന് ആസ്തിയുള്ള പത്രത്തിൻ്റെ കലണ്ടറിന് 100 രൂപ നമ്മൾ കൊടുക്കണം. അല്ലേ, ഇതെന്ത് സംഭവം? ഏത് പത്രമായിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോടിക്കണക്കിന് ആസ്തിയുള്ള കലണ്ടർ, ഇതൊന്നും ഇല്ലാത്ത ഈ നാട്ടിൻപുറത്തെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, കോംപ്ലിമെൻ്റായിട്ട് കിട്ടും. ഇത്രയും കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു കലണ്ടറിന് നമ്മൾ 100 രൂപ കൊടുക്കണം, അല്ലെ 50, 75, 25 എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. എന്തൊരു തമാശയാണ്, എന്തൊരു വിരോധാഭാസമാണല്ലേ? അല്ല, കറക്റ്റ് തമാശ തന്നെയാണ്. അങ്ങനെ തന്നെ പറഞ്ഞേക്കാം, തമാശയാണേ.